പിന്നെ ആരുടെയും മരുന്നുകൾ ഇവിടെ വരുന്ന വഴി നിർത്തൂല. അത് നിർത്താവുന്ന സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് സൂക്ഷിച്ച് നിർത്തിയില്ലെങ്കിൽ തിരിച്ചടികൾ ഉണ്ടാകും. കൊളസ്ട്രോളിൻ്റെ മരുന്നാണെങ്കിൽ നമുക്ക് നിർത്താം, BP-യുടെ മരുന്ന് പെട്ടെന്ന് നിർത്താൻ പാടില്ല. കിഡ്നിയുടെ കാര്യത്തിലായാലും അത് വളരെ നോക്കി സാവധാനത്തിൽ ചെയ്തില്ല എങ്കിൽ നമ്മുടെ ഭക്ഷണ രീതികളുടെ മെച്ചം ശരീരത്തിൽ ഫലിക്കുന്നതിന് മുമ്പ് നമ്മൾ ശരീരത്തെ തകരാറിലേക്ക് ആക്കാൻ പാടില്ല. അതുകൊണ്ടാണ് നമുക്ക് മരുന്നുകളോട് ഇഷ്ടമുണ്ടായിട്ടോ ആ മരുന്നുകൾ നല്ലത് ചെയ്യുന്നത് കൊണ്ടോ അല്ല. പെരിങ്ങോട്ടുകാരക്കാരെങ്കിലും ഇവിടെ വന്നിട്ടുണ്ടോ? പെരിങ്ങോട്ടുകാരക്കാരെങ്കിലും ഉണ്ടോ? കാഞ്ഞാണിക്കാരെ കൊണ്ടൊരു കാര്യമില്ല. കാര്യം പെരിങ്ങോട്ടുകാരക്കാരെ വേണം. അവിടെ ചെന്ന് കഴിഞ്ഞാൽ അനുഗ്രഹം കിട്ടും. ചാത്തൻ അനുഗ്രഹിക്കും. പിന്നെ ചാത്തന്റെ സേവ നിർത്തിക്കഴിഞ്ഞാലുണ്ടല്ലോ ചാത്തൻ നിങ്ങളെ തട്ടും എന്ന് പറഞ്ഞ പോലെയാണ് അലോപ്പതി മരുന്നുകൾ. സൂക്ഷിച്ച് ഉപയോഗിച്ച് പോയത് കൊണ്ടാണ്. മരുന്ന് ഉപയോഗിക്കാതെ ഇവിടെ വരുന്ന ഒരാൾക്കും മരുന്ന് വേണ്ട. മരുന്ന് തുടങ്ങിയോ അത് നിർത്തണമെങ്കിൽ സൂക്ഷിച്ച് സാവധാനത്തിന് പറ്റുള്ളൂ. അതാണ് അതിനുള്ള ഒരു കാര്യം. പിന്നെ കിഡ്നിക്കാര്, കരളിന് പ്രശ്നമുള്ളവര്, ക്യാൻസറുകാര് നമ്മുടെ ചിട്ടയിൽ നിന്ന് ഞങ്ങൾ പറയുന്നത്ര സമയം കട്ടുകിട്ട മാറാൻ പാടില്ല. ദേഹത്തിന് വന്നു, ചെറിയൊരു അസുഖത്തിനൊക്കെ വന്നു, തൈറോയിഡ്, യൂട്രസ് പ്രശ്നം, ഫൈബ്രോയിഡ്, സിസ്റ്റ്, PCOD ഒക്കെ വന്നു, കുറച്ച് ദിവസം മാറി, വീണ്ടും വന്നു, കുഴപ്പമില്ല, വീണ്ടും ഞങ്ങൾക്ക് നടത്തിക്കൊണ്ടുപോവുകയും വേണമല്ലോ. അപ്പം ഞങ്ങൾ പറയുന്നത് കൃത്യമായിട്ട് ഒരു തെറ്റും വരാതെ എങ്ങനെ നോക്കിക്കൊണ്ടിരുന്നാൽ ഞങ്ങളങ്ങനെ ജീവിക്കും. ഇത് നടത്തിക്കൊണ്ട് പോകണ്ടേ? അതുകൊണ്ട് നിങ്ങൾക്ക് ഇടക്കിടക്കത്തില്ല. പക്ഷേ കിഡ്നി തകരാറുള്ളവരും, കരൾ തകരാറുള്ളവർ, ക്യാൻസറുകാർ, ഓട്ടോ ഇമ്മ്യൂൺ പ്രശ്നങ്ങളുള്ളവർ ചിട്ട തെറ്റിച്ചാൽ പിന്നെ 3 ഇരട്ടി സമയമെടുത്തൊക്കെയാണ് തിരിച്ച് ശരിയാക്കാൻ പറ്റുക. അത് ശ്രദ്ധിച്ചാൽ മതി. വേറെ എന്താ ചോദ്യങ്ങളെന്തെങ്കിലും ഉണ്ടോ? കഴിയുന്നതും ചോദ്യങ്ങൾ ചോദിക്കുക. നിങ്ങൾ ഒരു സംശയം വെച്ചുകൊണ്ട് തിരിച്ചു പോകരുത്. തീർച്ചയായിട്ടും നമുക്ക് പേടിയുള്ളത് കിഡ്നി തകരാറ്, ലിവർ ക്യാൻസർ, ലങ് ക്യാൻസർ, ബാക്കിയുള്ള അസുഖങ്ങളൊന്നും അങ്ങനെ നമുക്ക് പേടിയില്ല. പിന്നെ ചെറിയ അസുഖമാണെങ്കിൽ ഒരാൾ അറ്റത്തെത്തിയിട്ട് നാളെ കുഴിയിലേക്ക് വെക്കുന്ന ആളെ ഇന്നിവിടെ കൊണ്ടുവന്ന് അങ്ങനെയുള്ള കാര്യങ്ങൾ വേറെ, അത് എൻ്റെ ഡിഫറൻറ്റാണ്. ആയുസിനെ നീട്ടാൻ ആർക്കും പറ്റില്ലല്ലോ. ബാക്കി ഏത് രോഗവും നമുക്ക് മാറ്റാം. ലിവർ സിറോസ് മാറി എത്രയോ പേര് നമുക്കുണ്ട്. പക്ഷെ എല്ലാവരും കിട്ടിയെന്ന് വരില്ല. ആർക്കാണ് ലിവർ സിറോസ് ഉള്ളത്? ഒരു അമിത മദ്യപാനിക്കാണോ മരുന്ന് കഴിച്ച്? 2 കാര്യങ്ങൾ കൊണ്ടാണ് ലിവർ സിറോസ് വരുന്നത്. ഒന്ന് അമിത മദ്യപാനം, രണ്ടാമത്തത് മരുന്നുകൾ. രണ്ടുമില്ലാത്തവർക്ക് വരിക വളരെ വളരെ അപൂർവമാണ്. ഭക്ഷണത്തിൽ നിന്ന് വേണം പിന്നെ വരാൻ. നമ്മൾ ചോറ് കൂടുതൽ കഴിച്ച് ചോറ് ഗ്ലൂക്കോസായിട്ട് ലിവറിൽ ഗ്ലൈക്കോളായിട്ട് കെട്ടി വന്ന് പിന്നെ തിരിച്ചു വന്ന് ഗ്ലൂക്കോസിൻ്റെ ഒരു സ്റ്റോറേജിൽ നിന്ന് ലിവർ കുറച്ച് വലുതായൊക്കെ കൊടുത്ത് അത് ആ രീതിയിൽ വരുന്നത് വളരെ വളരെ അപൂർവമായിട്ട് മാത്രമേ നമ്മൾ കണ്ടിട്ടുള്ളൂ. പിന്നെ വാർത്തകം മൊരിച്ചത് തിന്നുക, പഴകിയ ചോറ് തിന്നുക, അസമയത്ത് തിന്നുക, അങ്ങനെയൊക്കെയുള്ള ഉറങ്ങാതിരിക്കുക, കോള കുടിച്ചാൽ മതി. ആയുർവേദ മരുന്നുകൾ അങ്ങനെയൊക്കെ ഞാൻ കരുതുന്നില്ല. അസുഖങ്ങളും ചെയ്യുമെന്ന് ഞാൻ കരുതുന്നില്ല. പക്ഷെ അതിൽ കൃത്രിമത്വം വന്നു കഴിഞ്ഞാൽ പറയാൻ പറ്റില്ല. എല്ലാം മായമാണല്ലോ. ഏതാ ഹെപ്പറ്റൈറ്റിസ് ബി എന്ന് പറഞ്ഞ് കഴിക്കണം. മരുന്നുകൾ അവർക്ക് ക്യാൻസർ ഉണ്ടാക്കും. നിങ്ങൾ മൊബൈൽ ഒന്നുകൂടി എടുത്തിട്ട് മരുന്നുകൾ ഉണ്ടാക്കുന്ന രോഗങ്ങളെ ഞാൻ കാണിച്ചു തരാം, പഠിപ്പിച്ചു തരാം. ഒന്നെടുത്തോളൂ. പായസമൊക്കെ സൈഡിലൊന്ന് വെച്ചിട്ട് താഴെ വെച്ചിട്ട് ലിസ്റ്റ് ഓഫ് ലൈഫ് expectancy of skin cells. Life expectancy of skin cells. LIFE, life expectancy
EXP, ECT, AN, expectancy of skin cells. എത്ര ദിവസം ഈ സ്ഥൂല കോശങ്ങൾ ജീവിക്കുന്നു? 2 to 4 weeks. അപ്പൊ ഈ 2 to 4 weeks കഴിഞ്ഞാൽ ഇതിനെന്ത് സംഭവിക്കും? തൊലിയിലാണ് നടക്കേണ്ടി വരുമല്ലോ, മാങ്ങ ചെത്തിയ പോലെ. അപ്പൊ നിരന്തരം ഇവിടെ മരിക്കുന്നു, പുതിയതുണ്ടാകുന്നു. ഇതാരെങ്കിലും പറഞ്ഞു തന്നിട്ടുണ്ടോ? ഇതൊരാളും നമ്മുടെ ആരോഗ്യ മേഖലയിൽ പറയണില്ല, ഇതിനെ പരിഗണിക്കുന്നില്ല. ഇനി ആ ലിവർ എന്നുള്ളത് മാറ്റിയല്ല, സ്കിൻ എന്നുള്ളത് മാറ്റിയിട്ട് ലിവർ ആക്കിയ ലൈഫ് എക്സ്പെക്ടൻസി ഓഫ് ലിവർ സെൽസ്. Life expectancy of liver cells to 300 days or about 5 to 6 months. About 5 to 6 months. അപ്പൊ നമ്മുടെ കരള് ആകെ ജീവിക്കുന്നത് 6 മാസം വരെ മാത്രമാണ്. ഈ 6 മാസം കഴിഞ്ഞാൽ ഇന്നുള്ള കരള് മാറിത്തീർന്ന് പുതിയ കരളായിട്ട് വരുന്നുണ്ട്. അപ്പോ കരളിനൊരു കേടുണ്ടെങ്കിൽ ഈ കരളൊന്ന് നന്നാക്കിത്താന്ന് പറഞ്ഞ് കാറും കൊണ്ട് വർക്ക്ഷോപ്പിൽ പോണ പോലെ പോണം. ഇന്ന് തുടങ്ങി ഞാൻ നല്ല കോശങ്ങളെ ഉണ്ടാക്കാൻ കഴിയുന്ന ഭക്ഷണപാനീയങ്ങൾ മാത്രം കഴിച്ചുകൊണ്ടേയിരുന്നാൽ അതിൽ നിന്നുള്ള നല്ല കോശങ്ങൾ ഉണ്ടായി, പഴയ കോശങ്ങൾ ചത്തുപോയി, പുതിയത് വന്നു, പഴയത് മാറി, പുതിയത് വന്ന് 6 മാസം കൊണ്ട് ഒരു ഘട്ടം പുതിയ കരളിലേക്ക് നമ്മൾ ഓട്ടോമാറ്റിക്കാണ്. ഹീലിംഗ് ഈസ് എൻ ഓട്ടോമാറ്റിക് പ്രോസസ്. അത് വൈദ്യൻ ഉണ്ടാക്കി തരുന്നതോ മരുന്നുണ്ടാക്കി തരുന്നതോ അല്ല. അതുകൊണ്ട് രോഗവും പറഞ്ഞ് ശരീരത്തെ നന്നാക്കി തരാൻ ആശുപത്രികളിലേക്ക് പോകുന്ന വിഡ്ഢിത്തം അവസാനിപ്പിക്കണം. അത്യാഹിതം വന്നാൽ നിങ്ങൾ പോയിക്കോളൂ. ഇപ്പോ റോഡപകടപ്പെട്ടു, പ്രസവം നടക്കാത്തൊരവസ്ഥയാണ്, ഹെർണിയ വളരെ വലുതായി പോയി, ശരീരത്തിന് എങ്ങനെ തിരിച്ചുവിടാൻ പറ്റിയെന്ന് വരില്ല. ഷുഗർ വളരെ കൂടിപ്പോയി, 600 ഒക്കെ ആള് ചാകാൻ പോവാണ്, ഇൻസുലിൻ കൊടുത്ത് പെട്ടെന്ന് താഴ്ത്തിയേ കൊള്ളാം. അത് ക്രൈസിസ് മാനേജ്മെന്റിന് മാത്രമാണ് ആശുപത്രികൾ. ഒരാശുപത്രിയിൽ നിന്നും രോഗം മാറില്ല. ഇതുപോലെ നിങ്ങൾക്ക് ഓരോ അവയവത്തെയും നോക്കാം. അങ്ങനെ നിങ്ങൾ തൈറോയിഡിന് പ്രശ്നമുള്ളവർ തൈറോയിഡ് എത്ര ദിവസം ജീവിക്കും, അതനുസരിച്ച് 3-4 പ്രാവശ്യം പുതിയ തൈറോയിഡ് ആകുന്ന രീതിയിലുള്ള ചിട്ട. കരള് 3-4 പ്രാവശ്യം, അപ്പോൾ 400 വെച്ച് 3-4 പ്രാവശ്യം ചിട്ട ദീർഘമായി ചെയ്യണം. പ്രമേഹമാണെങ്കിൽ കുറച്ചു പാൻക്രിയാസ്, കരളൊക്കെ വാസ്തവത്തിൽ വളരെ പെട്ടെന്ന് തന്നെ റീജുവനേറ്റ് ചെയ്യുന്ന അവയവങ്ങളാണ്. വൃക്കയുടേതാണെങ്കിൽ കൂടുതൽ സമയം വേണം. ക്യാൻസർ ബാധിച്ചു കഴിഞ്ഞാൽ കൂടുതൽ സമയം ചിട്ടകൾ പാലിക്കണം, തെറ്റാതെ തന്നെ പാലിക്കണം. അങ്ങനെയുള്ള ചില യാഥാർത്ഥ്യങ്ങൾ അതാണ് നമ്മൾ ഈ പ്രകൃതി രീതിയിൽ വരുമ്പോൾ പഠിക്കുന്നത്. പക്ഷെ ഒരു കുഴപ്പമുള്ളത് എന്താണെന്ന് വെച്ചാൽ ഇത് പറഞ്ഞു കഴിഞ്ഞാൽ പണ്ട് കൊല്ലത്തിയോട് ഡോക്ടർ കുട്ടപ്പന് ചികിത്സ പറഞ്ഞു കൊടുത്ത പോലെ ഇരിക്കും. കൊല്ലത്തി കുട്ടപ്പനെയും കൊണ്ട് ഡാക്ടറുടെ അടുത്ത് പോയി. ഒരു ഭയങ്കര ക്ഷീണമാണ് ഡാക്ടറെ, ഇവന് ഒരു നേരം പഠിക്കാൻ പറ്റണില്ല, കളിക്കാനും ഉഷാറില്ല, ആകെ തളർന്നിരിപ്പാണ് ഡോക്ടറെ എന്ന് പറഞ്ഞപ്പോൾ ഡോക്ടർ കുട്ടപ്പൻ്റെ നാക്ക് വലിച്ച് പുറത്തിട്ട് നോക്കി, കണ്ണു തുറപ്പിച്ച് നോക്കി, കൊട്ടി നോക്കി, തിരിച്ചു നോക്കി, പഠിച്ചു നോക്കിയിട്ട് ഒരു ഗുളിക അങ്ങനെ എഴുതി. എന്നിട്ട് കൊല്ലത്തിയോട് പറഞ്ഞ് കൊല്ലത്തി ഒരു കാര്യം ചെയ്യും, മെഡിക്കൽ ഷോപ്പിൽ പോയിട്ട് ഗുളിക മേടിച്ച് കാലത്തും വൈകിട്ടും 2 വീതം അവനോട് കൊടുക്കാൻ പറഞ്ഞു. ആഹാരത്തിന് മുമ്പുമായിട്ട് കൊടുക്കാൻ പറഞ്ഞു. കൊല്ലത്തി ഇത്തിരി സ്മാർട്ട് കൊല്ലത്തിയാണ്, ഒരു നടക്ക് പോണ കൊല്ലത്തിയൊന്നുമല്ല. കൊല്ലത്തി ചോദിച്ചു, ഡോക്ടറെ ഇവനെന്താ അസുഖം? ഡോക്ടർ പറഞ്ഞ കൊല്ലത്തി അതൊന്നും അന്വേഷിക്കണ്ട, ഈ മരുന്ന് അങ്ങോട്ട് വാങ്ങിച്ച് കൊടുത്താൽ മതി.
അല്ല ഡോക്ടറെ, ഞാനവന്റെ അമ്മയല്ലയോ, ഞാൻ അറിയണ്ടോ? എന്നാ പിന്നെ കൊല്ലത്തേക്ക് മനസ്സിലാകുന്ന രീതിയിൽ പറയാം. അവനെ ഇരുമ്പിന്റെ കുറവുണ്ട്, അതിന് ഞാൻ ഇരുമ്പ് ഗുളികയാണ് എഴുതിയേക്കണത്, അങ്ങോട്ട് കൊടുത്താൽ മതി. ഓഹോ, അത്രേ ഉള്ളല്ലേ? അത്രേ ഉള്ളൂ. നീ വാടാ കുട്ടപ്പ. കുട്ടപ്പനെയും വിളിച്ചുകൊണ്ട് കൊല്ലത്തി മരുന്ന് വാങ്ങാനൊന്നും നിന്നില്ല, നേരെ വീട്ടിലേക്ക് പോന്നു. വീട്ടിലേക്ക് വന്നിട്ട് കൊല്ലന്റെ ആലയിലേക്ക് അങ്ങോട്ട് കയറി. അവിടെ എത്രയോ ഇരുമ്പുണ്ടകളാ കിടക്കണത്, ചെറിയ ചെറിയ ഉണ്ടകൾ അത്രയും കിടപ്പുണ്ട്. ഓരോ ഉണ്ട പൂവമ്പഴത്തിന്റെ ഉള്ളിൽ തിരികിയിട്ട് കാലത്തും വൈകിട്ടും ആഹാരത്തിന് മുമ്പും ബിംബുവായിട്ട് കുട്ടപ്പന് കൊല്ലത്തി അങ്ങോട്ട് കൊടുത്തു. അതുപോലെയാണ് നമ്മൾ പലരും ചികിത്സ ചെയ്യണം. തനിയെ നേരെയാകുന്ന ശരീരം, കിട്ടുന്ന ഭക്ഷണപാനീയങ്ങൾ ഉപയോഗിച്ച് പുതിയ കോശങ്ങളെ ഉണ്ടാക്കി എല്ലായിടത്തും പ്രതിഷ്ഠിച്ച് നേരെയാകുന്ന ശരീരം, അതിനെ സ്ക്രൂ ഡ്രൈവറും ബ്രിമ്മയും കത്തിയും വെട്ടുകത്തിയും പാക്കത്തിയൊക്കെ എടുത്തിട്ട് നന്നാക്കാൻ തീരുമാനിച്ചൊക്കെ നോക്കുക. എന്താ കൊല്ലന്റെ മകന് അനീയൊക്കെ വരും. അപ്പൊ ശരീരം ഒരു ഓട്ടോമാറ്റിക് മെഷീനാണ്. അത് പ്രകൃതിയുടെ താളത്തിനാണ് വർക്ക് ചെയ്യുന്നത്. ഹൃദയം മിടിക്കുന്നതിനൊരു താളമുണ്ട്, ഒരു ഋതമുണ്ട്. രക്തം ഓടുന്നതിനൊരു താളമുണ്ട്. കണ്ണ് ഇമ വെട്ടുന്നതിന് താളമുണ്ട്. സംസാരിക്കുന്നതിലൊരു താളമുണ്ട്. ചിലർ സംസാരിക്കുമ്പോൾ നമുക്ക് കൂടുതൽ കേട്ടിരിക്കാൻ തോന്നും. ചിലർ ആ താളത്തിന് വാക്കുകൾ ഉപയോഗിക്കുന്നതിൽ താളത്തിനൊക്കെ. നടക്കുന്നതിനൊരു താളമുണ്ട്, ഓടുന്നതിന് വേറൊരു താളമുണ്ട്. ജീവിതത്തിലെ ഓരോ പ്രവർത്തനങ്ങൾക്കും ഒരു താളമുണ്ട്. ആ താളം ജീവിതത്തെ സുന്ദരമാക്കുന്നതാണ്. രോഗമാറ്റത്തിനും അതിൻ്റെതായ താളമുണ്ട്. നമ്മുടെ ജീവിതത്തെ ആ താളത്തിനനുസരിച്ചാക്കണം. വിശപ്പിനൊരു താളമുണ്ടോ? വിശപ്പിനൊരു താളമുണ്ട്. ആഹാരം ചവച്ചലക്കുന്നതിനും കഴിക്കുന്നതിനും ദഹിക്കുന്നതിനും ഉള്ളിലുള്ള പ്രവർത്തനങ്ങൾക്കും അതിൻ്റെതായ താളമുണ്ട്. ശ്വസനത്തിന് താളമുണ്ട്. താളപ്പിഴ വന്നാൽ ശ്വസന തകരാറുകളെന്ന് പറയും. ഹൃദയത്തിന്റെ മിടിപ്പിലെ താളപ്പിഴകൾ വന്നു കഴിഞ്ഞാൽ ടക്കിക്കാർഡിയ, റിതം പൾസിന്റെ കാര്യത്തിൽ ഓരോരോ പേരിട്ട് പല രീതിയിൽ വിളിക്കും. ബ്രാഡിക്കാർഡിയ എന്ന് പറയും. മന്ദിച്ചാണെങ്കിൽ ബ്രാഡിക്കാർഡിയ, ഹോളിൽ പമ്പ് ചെയ്യുകയാണെങ്കിൽ ടക്കിക്കാർഡിയ 10-100 ആയിട്ട് അടിച്ച് 10-120 കയറിയാൽ പൊട്ടി പോകാനുള്ള സാധ്യതയുണ്ട്. ഈ താളം ശരിയാക്കണം. ഇന്ന് ആ താളത്തിലൂടെ അല്ല നമ്മുടെ ജീവിതം കടന്നു പോകുന്നത്. തോന്നുമ്പോൾ തിന്നും, തോന്നുമ്പോഴൊക്കെ തിന്നും. തായ്ലാൻഡിലൊരു ക്യാമ്പില് ഒരു ചെറുപ്പക്കാരനെ നോക്കിയിട്ട് അവൻ്റെ അമ്മ പറഞ്ഞ രോഗങ്ങളെല്ലാം വെച്ചിട്ട് ഞാൻ പറഞ്ഞു, ഇവൻ്റെ രോഗം അതല്ല, പിന്നെ വയറ്റിൽ നിന്ന് ശരിക്കും പോകില്ല എന്നുള്ളതാണ് എൻ്റെ തകരാറ്. അപ്പൊ ട്രാൻസ്ലേറ്റ് ചെയ്ത് ഉടനെ ആ പയ്യൻ പറഞ്ഞു, ഇല്ല എൻ്റെ വയറ്റിൽ നിന്നൊക്കെ നന്നായിട്ട് പോകും. ഞാൻ അവിടെ ഒന്ന് തൊട്ട് നോക്കി. അപ്പൊ എനിക്ക് ഒന്നുകൂടെ ഉറപ്പായി. ഞാൻ പറഞ്ഞില്ല ഇയാളുടെ വയറ്റിൽ നിന്ന്. അപ്പൊ ഇവന്റെ അമ്മ അവനോട് തായ് ഭാഷയിൽ എന്തോ സംസാരിക്കുക. ഇവൻ എന്തോ പറഞ്ഞതോടെ എൻ്റെ ട്രാൻസ്ലേറ്റർ ഭയങ്കരമായിട്ട് ചിരിക്കാൻ തുടങ്ങി. പൊട്ടിച്ചിരിക്കുക. ഞാൻ ചോദിച്ചു എന്താന്ന് ചോദിച്ചത്. സാറേ, അവൻ്റെ അമ്മ പറഞ്ഞു, ഇല്ലടാ മോന്, നീ ടോയ്ലറ്റ് കൂടുതൽ കയറി ഇരിക്കുകയും പ്രശ്നമുണ്ടല്ലോ എന്ന് പറഞ്ഞു. അപ്പൊ അവൻ പറയും, ഇല്ലമ്മേ, എൻ്റെ വയറ്റിൽ നിന്ന് ശരിക്ക് പോകും. ആഴ്ചയിൽ 1 കൃത്യമായിട്ട് വയറ്റിൽ നിന്ന് പോകുന്നുണ്ട്. അത് ഞാൻ അങ്ങനെയൊക്കെ പോയാൽ മതിയെന്ന്. നമ്മുടെ നാട്ടിലെ പല കുട്ടികളുടെ അവസ്ഥ, ഒരു അമ്മയും കുഞ്ഞുമായിട്ട് വന്നിട്ട് കുഞ്ഞിന് അസുഖം വയറാണെന്ന് ഞാൻ പറഞ്ഞപ്പോൾ അമ്മ പറഞ്ഞു അവൻ്റെ വയറ്റിന് പോയിട്ട് കുഴപ്പമില്ല. ശരിക്കും ഞാൻ അവനോട് ചോദിച്ചു, മോനെ ശരിക്കും വയറ്റ്? വയറ്റിൽ നിന്ന് ശരിക്കും പോകും എന്ന് വെച്ചാൽ കാലത്തെ തന്നെ വയറ്റിൽ നിന്ന് പോകും? ഇല്ല, വൈകിട്ട്. അമ്മയ്ക്ക് അറിഞ്ഞുകൂടാ. അപ്പൊ അമ്മയില്ലല്ലോ, ഒക്കെ മമ്മിയാണല്ലോ. ഈജിപ്തുകാരുടെ മമ്മി പോലെ ഇരിക്കുന്ന മമ്മികളാണ് ഇപ്പൊ നമുക്കുള്ളത്. അപ്പൊ നമ്മുടെ ശരീരത്തിന്റെ താളങ്ങളിൽ
വേഗങ്ങളിൽ, ഒഴുക്കുകളിൽ എവിടെയെല്ലാം താളപ്പിഴ വരുന്നോ അവിടെയാണ് നമ്മൾ രോഗത്തിലേക്ക് കയറുന്നത്. ഒന്നില്ലെങ്കിൽ നിങ്ങളുടെ മലബന്ധത്തിന് വിസർജന താളം തെറ്റണം, വിയർപ്പില്ലാതെയാവണം, വിശ്വാസം ശരിയാക്കും, ഇങ്ങനെ പല കാരണങ്ങളുണ്ട് ശരിയാക്കേണ്ടതായിട്ട്.